ഇപ്പോൾ ദുബായിൽ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രൈസ് അല്ലാതെ എക്സ്ട്രാ എന്തെങ്കിലും ഹിഡൻ ചാർജസോ അല്ലെങ്കിൽ ഫീസോ വരുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ടോട്ടൽ പ്രൈസ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ വരുന്ന കുറച്ച് ഫീസുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് ദുബായിൽ നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡൗൺ പേയ്മെന്റിന്റെ കൂടെ എക്സ്ട്രാ ഒരു 4% അഥവാ ടോട്ടൽ പ്രൈസിന്റെ ഒരു 4% DLD ഫീ ആയിട്ട് നമ്മൾ അടക്കണം. അഥവാ DLD എന്ന് പറയുമ്പോൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഒരു ഫീ ആണ്. ഒരു 4% രജിസ്ട്രേഷൻ ഫീ മോഡലിൽ നമ്മൾ അടക്കേണ്ട ഒരു ഫീ ആണ് 4% DLD ഫീ. പിന്നെ വരുന്നതാണ് ഒരു അഡ്മിൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു 4000 അല്ലെങ്കിൽ 4500 5000 ദിർഹംസ് ആ ഒരു റേഞ്ചിലാണ് അഡ്മിൻ ഫീ വരിക. അത് നമ്മുടെ ഡോക്യുമെന്റേഷന് കാര്യങ്ങൾ, നമ്മുടെ SPA ബുക്കിംഗ് ഫോം, അതേപോലെ തന്നെ ബാക്കിയുള്ള ടൈറ്റിൽ ഡീഡ്സ്, സർട്ടിഫിക്കറ്റ്, സോ ഈ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ വന്നിട്ടാണ് ആ ഒരു 5000 ദിർഹംസ് അഡ്മിൻ ഫീ നമ്മൾ അടക്കുന്നത്. ഇതും ഡൗൺ പേയ്മെന്റിന്റെ കൂടെയാണ് നമ്മൾ അടക്കേണ്ടത്. പിന്നെ വരുന്നൊരു ഫീ എന്നുള്ളത്, നമുക്ക് വൺസ് ഇത് ഹാൻഡ് ഓവർ ആയതിനു ശേഷം നമുക്ക് ഒരു മെയിൻ്റെനൻസ് ഫീ അല്ലെങ്കിൽ ഒരു സർവീസ് ചാർജ് വരുന്നുണ്ട് ഓരോ ഇയറും. ആനുവലി നമ്മൾ ഡെവലപ്പറിന് അടക്കുന്ന ഒരു ഫീ ആണ് ഈ ഒരു സർവീസ് ചാർജ് എന്നുള്ളത്. ഇത് പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് വരിക. അഥവാ നമ്മുടെ പ്രൊജക്റ്റിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പ്രൊജക്റ്റിലുള്ള അമ്യൂണിറ്റീസ് വൈസ് ആണ് നമുക്ക് ഈ ഒരു സർവീസ് ചാർജ് വരിക. അത് ഡിപ്പെൻസ്, പ്രൊജക്ട്സുകൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഒരു പെർ സ്ക്വയർ ഫീറ്റ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 15 ദിർഹംസ് പെർ സ്ക്വയർ ഫീറ്റ്. സോ നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അപ്പാർട്ട്മെന്റ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1000 ഗുണിക്കണം 15. സോ അത്രയും റേറ്റ് ആയിരിക്കും നമ്മൾ 1 ഇയറിൽ നമ്മൾ ഡെവലപ്പറിന് ഒരു സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഈ ഒരു 3 ഫീ ആണ് നമുക്കൊരു ഹിഡൻ ചാർജ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആയിട്ട് നമ്മൾ അടക്കേണ്ട ഫീ എന്നുള്ളത്. പിന്നെ നമ്മൾ ഷോർട്ട് ടേം റെന്റൽസ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മളൊരു ഏജൻസി ഫീ ആയിട്ട് ഒരു 10%, നമ്മൾ ടോട്ടൽ റെന്റൽസിന്റെ 10% നമ്മൾ ഏജൻസി ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് ചാർജസ് ദുബായ് റിയൽ എസ്റ്റേറ്റിലുള്ളത്.